നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടന്നൽ കുത്തേറ്റ് +2 വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. അർണോസ് പാതിരിയുടെ ജന്മദേശത്തു നിന്നുള്ള സംഘം പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളി സന്ദർശിച്ചു. കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിലെ 104ാമത് പ്രതിഷ്ഠാദിനം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. കടന്നൽ കുത്തേറ്റ് +2 വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് മിനി മുരളീധരന്റെയും തമ്പാൻകടവ് മാനങ്ങത്ത് മുരളീധരന്റെയും മകൻ 16 വയസ്സുള്ള അനന്തു കൃഷ്ണനാണ് മരിച്ചത്. ആങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കുടുംബം ഇപ്പോൾ താമസിക്കുന്ന പടിയം ചുരക്കോട്ട് ക്ഷേത്രത്തിന് സമീപമുള്ള വാടക വീട്ടിൽ വെച്ചാണ് സംഭവമുണ്ടായത്. വ്യാഴാഴ്ച വൈകിട്ട് വീടിന് മുകളിലെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയപ്പോൾ കടന്നലുകൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു. കുത്തേറ്റ് അലർജിയുണ്ടായതിനെ തുടർന്ന് ആദ്യം അന്തിക്കാട് ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു. ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു. ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥി ആകാശാണ് അനന്തുവിന്റെ സഹോദരൻ. സംസ്കാരം ശനിയാഴ്ച നടക്കും. അർണോസ് പാതിരിയുടെ ജന്മദേശത്തു നിന്നുള്ള ജർമ്മൻ സംഘം പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ അർണോസ് പാതിരിയുടെ കബറിടം സന്ദർശിച്ചു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂരിന്റെ നേതൃത്വത്തിൽ ജർമ്മൻ സംഘത്തിന് സ്വീകരണം നൽകി. ജർമ്മനിയിൽ നിന്നുള്ള മുൻ വികാരി ജനറൽ ഫാദർ തിയോ പോൾ, ഫാദർ കാൾ ന്യൂഫെൽഡ്, ഡോക്ടർ റെജിന വൈൽഡ് ഗ്രൂബർ, ജന ബെർഹൻസ്, മാർട്ടിൻ ബോൾട്ട്, ക്രിസ്റ്റിൻ മുള്ളർ, കേരളത്തിലെ പ്രതിനിധികളായി ഫാദർ മാത്യു എലഞ്ഞിപ്പുറം, ഫാദർ സണ്ണി ജോസ്, ഫാദർ ബിനോയ് ജേക്കബ് എന്നിവരാണ് സന്ദർശനം നടത്തിയത്. ലയൺസ് ക്ലബ് ഓഫ് തൃപ്പയാർ ടെമ്പിൾ സിറ്റിയുടെ ഉദ്ഘാടന കർമ്മം ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ നിർവഹിച്ചു. നമുക്കറിയാം, നമ്മളൊക്കെ പറയൽ മാത്രമുള്ളൂ. സർവീസിന് ബെസ്റ്റ്, സർവീസ് മാത്രം ചെയ്യണം, സർവീസിന്റെ പ്രസ്ഥാനത്തിന്റെ മോട്ടോ വി സെർവ് സർവീസ്. ഇത് നമ്മൾ ജനിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വരുന്നു, മരിക്കുമ്പോൾ മറ്റുള്ളവരെ കരയിപ്പിച്ച് പോകുന്നു. അതിനിടയിലുള്ള ജീവിതം എന്ന യാത്രയിൽ നമ്മൾ ഒപ്പിട്ട ഒപ്പുകൾ മാത്രമേ നമുക്ക് ബാക്കിയുണ്ടാവുള്ളൂ. ഇതൊക്കെ പറയും. ഇതൊക്കെ പറഞ്ഞിട്ട് മരിക്കുന്നതിന്റെ അവസാന നിമിഷത്തിന്റെ 1000 സെക്കൻഡിനുള്ള സമയത്ത് പോലും നമ്മൾ നമ്മളുടെ പിടിവിടില്ല. എന്തുകൊണ്ട് വിടുന്നില്ല? നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങളുടെ പൂർവികര് അച്ഛനോ അച്ചാച്ചനോ അച്ചാച്ചൻ്റെ അച്ഛനൊക്കെ പോകുമ്പോ ഇവിടെ നിന്ന് എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഒന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളൊരു ആത്മപരിശോധന ചെയ്യാം. തൃപ്രയാർ ലയൺസ് ക്ലബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് R.A. സക്കറിയ അധ്യക്ഷനായി. ക്ലബിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ വിതരണോദ്ഘാടനം മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ സുഷമ നന്ദകുമാർ നിർവഹിച്ചു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുമായി ചേർന്ന് തൃത്തല്ലൂർ സ്നേഹസ്പർശം പാലിയേറ്റീവ് കെയറിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ, ആൽഫ പാലിയേറ്റീവ് കെയറിലേക്ക് സൗജന്യ ഡയാലിസിസിനുള്ള തുക, നിർധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം എന്നിവ വിതരണം ചെയ്തു. ടി ജയകൃഷ്ണൻ അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പി മാധവ മേനോൻ, സുരേഷ് വാര്യർ, ബിജു പുറത്തൂർ, KM അഷറഫ്, ആനി ജോസഫ്, MC മദനകുമാർ, സീമ സക്കറിയ, ട്രഷറർ ജോസ് താടിക്കാരൻ, ആന്റണി സേവ്യർ, ഷാജി ചാലിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ വെച്ച ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുകയും എടുത്തുകൊണ്ടുപോകുന്നതായും പരാതി. കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി വലപ്പാട് പോലീസിൽ പരാതി നൽകി. പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, P വിനു, 1ാം വാർഡ് മെമ്പർ KR ദാസൻ എന്നിവർ ആവശ്യപ്പെട്ടു.
വാടനപ്പള്ളി പഞ്ചായത്തിലെ ജനകീയ ശുചിത്വ യജ്ഞം 2024 സംഘാടക സമിതി യോഗം ചേർന്നു. നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യം ഏറ്റെടുത്ത് വാടനപ്പള്ളി പഞ്ചായത്തിലെ പൊതുസ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, പൊതു ഇടങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിൽ മെയ് 18-19 തീയതികളിലായി മഴക്കാല പൂർവ്വ രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി സൂപ്പർ ക്ലീൻ ചലഞ്ച് സംഘടിപ്പിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ നിഖിൽ കുമാർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. കടകളുടെ ഭാഗങ്ങള് കട ഉടമസ്ഥർ അല്ലെങ്കിൽ അവര് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അവരതെല്ലാം വളരെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ട ഒരു മുൻകരുതൽ എടുക്കണം. ഒപ്പം തന്നെ പഞ്ചായത്തിന് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുണ്ട്, കൃഷിഭവൻ, അതുപോലെ തന്നെ മൃഗാശുപത്രി, മറ്റ് ആശുപത്രികൾ, നമുക്ക് ഹോമിയോ ആശുപത്രി, അതുപോലെ തന്നെ ആയുർവേദ ഡിസ്പെൻസറി, ഇങ്ങനെ നിരവധി സാധനങ്ങളുണ്ട്. അതിൻ്റെ പ്രദേശം അവർ തന്നെ മുൻകൈയെടുത്ത് അതിനോടൊപ്പം വൃത്തിയാക്കുക. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. VR Lab is a 360-degree virtual lab for understanding different science topics in an easy way. This is the new way which is efficient in teaching and efficient in understanding. Magid FM helps our students in public speaking and media technology. It not only makes the students confident but also exposes them to the vital elements of sound and video engineering. Much like mathematics, code is a universal language. It is the same across the world and does not need to be translated. Coding is a way of thinking about problem solving. Manappuram Geeta Ravi Public School. The joy of learning. ചേട്ടാ, ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. മണലൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ ജൈവ പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PS പ്രസാദ് അധ്യക്ഷനായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് VG രാധാകൃഷ്ണൻ, സെക്രട്ടറി ബീന എന്നിവർ പ്രസംഗിച്ചു. ശോഭിക രവീന്ദ്രന്റെ നേതൃത്വത്തിൽ 31-ാം നമ്പർ ബാങ്കിൽ നിന്നും സൗജന്യമായി ലഭ്യമായ തൈ ഉപയോഗിച്ചാണ് വെള്ളരി, കുമ്പളം, മത്തൻ, പച്ചമുളക്, കുക്കുംബർ, തണ്ണിമത്തൻ എന്നിവ കൃഷിയിറക്കിയത്. ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിലെ 104ാമത് പ്രതിഷ്ഠാ ദിനം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി സിജിത്തിന്റെ കാർമ്മികത്തിൽ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, മഹാഗുരുപൂജ എന്നിവ നടന്നു. ശിവഗിരി മഠം അദ്വൈതാനന്ദ തീർത്ഥ സ്വാമിയെ പൂർണ്ണകുംഭം നൽകി ചടങ്ങിലേക്ക് സ്വീകരിച്ചു. അദ്വൈതാനന്ദ തീർത്ഥ സ്വാമികൾ ദീപം തെളിയിച്ച് പ്രതിഷ്ഠാ ദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ശ്രീനാരായണ ധർമ്മ പ്രഭാഷണവും നടത്തി. സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി KG ശശിധരൻ, അഡ്വക്കേറ്റ് TR ശിവൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഗുരുപൂജയും പ്രതിഷ്ഠാദിന അന്നദാനവും വൈകിട്ട് ദീപകാഴ്ചയും ഉണ്ടായി. പ്രതിഷ്ഠാദിനാഘോഷ ചടങ്ങുകൾക്ക് ക്ഷേത്രം സെക്രട്ടറി രതീഷ് കൂനത്ത്, സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ, ട്രഷറർ ജയപ്രകാശ് പണ്ഡാരൻ, സൂര്യൻ പൂവശ്ശേരി, വാസുദേവൻ കാളിപ്പറമ്പിൽ, ദിനേശ് മടത്തിപ്പറമ്പിൽ, ഗോപി കോരത്ത്, KD സുനിൽകുമാർ, ക്ഷേത്ര ഉപസമിതി, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ എന്ത് ദുഃഖവും തീർത്തു തരാൻ പ്രഭാവമുള്ള ഭഗവാനാണ് നിറഞ്ഞൊഴുകുന്ന ഭക്തികൾ. കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്ന അങ്കണവാടി അധ്യാപകർക്ക് തളിക്കുളത്ത് യാത്രയയപ്പ് നൽകി. തളിക്കുളം 13-ാം വാർഡിലെ 56-ാം നമ്പർ അംഗനവാടിയിൽ 37 വർഷം ജോലി ചെയ്ത AK ശ്രീമതിക്കും 52-ാം അംഗനവാടിയിൽ 34 വർഷം ജോലി ചെയ്ത കമലം മദനമോഹനുമാണ് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പും സ്നേഹാദരവും നൽകിയത്. TN പ്രതാപൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം JJ രാധാകൃഷ്ണൻ അധ്യക്ഷയായി. വാർഡ് വികസന സമിതി അംഗങ്ങളായ PS സുൽഫിക്കർ, നീതു പ്രേംലാൽ, ഷെമീന മജീദ്, ജസ്മി ജോഷി, വിജയലക്ഷ്മി ആപ്പറമ്പത്ത്, ICDS സൂപ്പർവൈസർ സിനി എന്നിവർ പ്രസംഗിച്ചു. ഈ 34 കൊല്ലം അംഗൻവാടിയിൽ പ്രവർത്തിച്ചിട്ട് ജോലി പൂർത്തിയാക്കി അവിടെ കാലാവധി കഴിഞ്ഞു. നമ്മുടെ ഈ വാർഡിലുള്ള അംഗൻവാടിയിലുള്ള ആളാണ് ശ്രീമതി ചേച്ചി. ശ്രീമതി ചേച്ചിക്കും അതേപോലെ തന്നെ നമ്മുടെ വാർഡിൽ താമസിക്കുന്ന 6-ാം വാർഡിലെ 52-ാം നമ്പർ അംഗൻവാടിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ വാർഡിൽ താമസിക്കുന്ന ആളെന്ന നിലയിൽ പ്രിയമുള്ള കമല മദനമോഹനും ഇന്നിവിടെ സ്നേഹത്തോടുകൂടെ ഒരു സ്നേഹ സന്തോഷം പങ്കുവെക്കുന്ന ലളിതമായ ചടങ്ങ് സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത വാർഡ് മെമ്പറെയും
വാർഡ് മെമ്പറെ കൂടെ നിന്ന് പ്രവർത്തിച്ച മുൻ മെമ്പർ സുൽഫിക്കർ ഏറ്റവും അവസാനം പേരെടുത്ത് പറഞ്ഞവരടക്കമുള്ള ഇതിനു വേണ്ടി പ്രവർത്തിച്ച വാർഡ് കാരമുക്ക് പൂത്തൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് കലാസാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു. പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. ഈ ക്ഷേത്രം നാട്ടുകാർ ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോൾ വീണ്ടും അത് എല്ലാ ഐശ്വര്യങ്ങളും വീണ്ടെടുക്കാനുള്ള ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായി ആദ്യപടി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്ഷേത്ര സങ്കേതം നവീകരിച്ചു. അതിനുശേഷം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചലോകത്തെടുമ്പ് പ്രതിഷ്ഠാദിനത്തിന് എഴുന്നള്ളിക്കത്തക്ക വിധത്തിൽ വേണമെന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇന്നിവിടെ സഫലമാക്കാൻ യത്നിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് അധ്യക്ഷനായി. അന്തിക്കാട് പത്മനാഭൻ, ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് മന കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങല്ലൂർ മന മുകേഷ് നമ്പൂതിരി, അഡ്വക്കേറ്റ് സോമകുമാർ, PV ഹരിദാസ്, സമിതി സെക്രട്ടറി PV വേണു, ട്രഷറർ സൂര്യനാരായണൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഉപഹാര സമർപ്പണവും തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. കരുണയോടിനിയുടൻ വരമായി തുണയ്ക്കണേ കനിവിനോടെ ചങ്കണപതിയേ. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രതിഭകളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവുമായി സയൻസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇസറ ജാമിയ മദീനത്തുന്നൂർ ക്യാമ്പസിലെ +1 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കായി ബ്രൈനിയാക്സ് 2024 നടത്തി. ജാമിയ മദീനത്തുർ റെക്സ് ആസഫ് നൂറാനി ഉദ്ഘാടനം ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് വരുന്ന 3 പ്രധാനപ്പെട്ട മേഖലകളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. ഈ രംഗത്ത് ഗവേഷണ സ്വഭാവത്തോടെ വളർന്നുവരാനുള്ള സാഹചര്യത്തെക്കുറിച്ചുള്ള അവബോധവും നൽകി. സയൻസ് വർക്ക്ഷോപ്പിൽ ആസ്ട്രോണമി, റോബോട്ടിക്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, 3D പ്രിന്റിംഗ് ഉപയോഗം തുടങ്ങിയ വിഷയങ്ങൾ പരിശീലനം നൽകി. പരിപാടികൾക്ക് ഇസ്രോ ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി, ട്രഷറർ ഹംസ ഹാജി, ഡീൻ റാഫി സഖാഫി, മദീനത്തൂർ കോർഡിനേറ്റർ ഹാരിസ് നൂറാനി എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക 2ാം വാർഡ് കമ്മിറ്റി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന യോഗം അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് UP മണികണ്ഠൻ അധ്യക്ഷനായി. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, PK നന്ദനൻ, PC ജയപാലൻ, 1ാം വാർഡ് അംഗം KR ദാസൻ, K പുഷ്പാങ്കദൻ, AS പത്മപ്രഭ, ദിനേശൻ പാണപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ചാഴൂർ ദുബായ് റോഡ് ബ്ലോസം അംഗനവാടിയിൽ 42 വർഷക്കാലത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന സുമന ടീച്ചർക്ക് അംഗനവാടി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഷൺമുഖൻ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനിത ബെന്നി, വാർഡ് മെമ്പർമാരായ മിനി സജീവ്, M ശ്രീരാഗ്, സംരക്ഷണ സമിതി ട്രഷറർ ബഷീർ മാസ്റ്റർ, സമിതി അംഗങ്ങളായ KG ബാബു, KS സന്തോഷ്, ഒച്ചാലി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ഒരു അംഗൻവാടി ടീച്ചറുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെയും അതുപോലെ തന്നെ നമ്മളുടെ മക്കളെയും എല്ലാ കാര്യങ്ങളും, അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഉണ്ണാൻ, ഉറങ്ങാൻ, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ബാലപാഠങ്ങളെല്ലാം പഠിപ്പിച്ച് നമ്മളെ ഈ ഒരു രീതിയിലേക്കും നമ്മളുടെ മക്കളെയും മുന്നോട്ടുള്ള ചുവടുകൾ വയ്ക്കുന്നതിന് ഏതായാലും ഒരു അംഗൻവാടി ടീച്ചറുടെ ഒരു നിസ്വാർത്ഥമായൊരു സേവനം ഉണ്ടായിരിക്കും. പിന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. അതിൻ്റെ പേരിൽ നമ്മളുടെ ടീച്ചർക്ക് മാറാതെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ടീച്ചറോട് സംസാരിക്കുകയായിരുന്നു. 62 വയസ്സായോ ടീച്ചർക്ക്? കണ്ടാൽ തോന്നില്ലല്ലോ, അത്രയും ചെറുപ്പമായിട്ട് ടീച്ചർ ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഇപ്പോൾ അത്രയും കാര്യമായിട്ടൊക്കെ ടീച്ചർമാരെ ഒരു യാത്രയയപ്പ്, അവർക്ക് സമ്മാനങ്ങൾ, എല്ലാ അംഗീകാരങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് വിശ്രമ ജീവിതത്തിലേക്കായിട്ട് പറഞ്ഞു വിടുന്നത്. ഇനിയും ഊർജ്ജസ്വലതയോടുകൂടി ടീച്ചർക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്.
പ്രധാന വാർത്തകൾ വീണ്ടും. കടന്നൽ കുത്തേറ്റ് +2 വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. അർണോസ് പാതിരിയുടെ ജന്മദേശത്തു നിന്നുള്ള സംഘം പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളി സന്ദർശിച്ചു. കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിലെ 104ാമത് പ്രതിഷ്ഠാ ദിനം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.